ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. Hi everyone, you are on third stage. Why can't you pat on your shoulder for being on third stage? Why can't you clap yourself for achieving great things in your life? Okay, I hope you are so happy. When you complete this stage, you will be totally motivated. When you complete this stage, you will be confident to use this language. I promise you that after going through this stage, after watching this video, you will be talking English beautifully. I will keep my promise. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് ഈ തേർഡ് സ്റ്റേജിൽ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു രീതിയാണ്, കേൾക്കാത്ത ഒരു രീതിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഐ വെൽക്കം എവരിവൺ ടു ദിസ് വണ്ടർഫുൾ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്, ടു ദിസ് വണ്ടർഫുൾ സ്റ്റേജ്. ഇവിടെ നിങ്ങൾ മനോഹരമായി സംസാരിക്കും. മനോഹരമായി സംസാരിക്കുവാനുള്ള ട്രിക്സ് വിൽ ബി ഗിവൺ ഓൺ ദിസ് സ്റ്റേജ്. ഓക്കെ, തുടങ്ങാം. ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഇനി നിങ്ങളുടെ ബുക്കും പേനയും എടുക്കുക. അതൊക്കെ മാറ്റിവെച്ചോ. എപ്പോഴും ഏത് വീഡിയോ കാണുമ്പോഴും ഈ ബുക്കും പേനയും നിങ്ങളുടെ കയ്യിലുണ്ടാകണം. അതിൽ പറയുന്ന കാര്യങ്ങൾ കുറിച്ചു വയ്ക്കുവാനായി ബുക്കും പേനയും നിങ്ങളുടെ കയ്യിലുണ്ടാകണം. ഓക്കെ, ഒരു പുതിയ പേജ് എടുത്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് സുപരിചിതനായ വ്യക്തിയില്ലേ വീണ്ടും വരയ്ക്കുക. എന്നിട്ട് ഈ തവണ യു ഹാവ് ടു ഡ്രോ 10 lines. ഓക്കെ, ബിഫോർ യു ഡ്രോ only 4 lines, now you have to draw 10 lines. That means നമ്മൾ ഇയാളെ പറ്റി 10 വാചകങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് പോവുകയാണ്. അതെന്താണ് എന്ന് നമ്മൾ കാണാൻ പോകുന്നു. ഓക്കെ, വേഗം വേഗം, സമയമില്ല. ഇനി എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ആ വാചകമില്ലേ, ഡൂവിൻ്റെ വാചകം, ആ വാചകം എടുത്തെഴുതുക. ഹി ഡസ് റിപ്പയർ. ഓക്കെ, എടുത്തെഴുതിയോ? എന്താണത്? ചെയ്യുന്നു എന്നാണ്. ഡസ് റിപ്പയർ, റിപ്പയർ ചെയ്യുന്നു. അദ്ദേഹം റിപ്പയർ ചെയ്യുന്നു, ശരിയാക്കുന്നു, നന്നാക്കുന്നു എന്നർത്ഥമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇല്ലേ? ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾ വേറെ 9 വാചകങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് പോവുകയാണ്. അതെന്താണെന്ന് ആദ്യം നോക്കാം. അദ്ദേഹം റിപ്പയർ ചെയ്യുന്നില്ല. അദ്ദേഹം റിപ്പയർ ചെയ്യുന്നുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? അദ്ദേഹം റിപ്പയർ ചെയ്യുന്നില്ലേ? അദ്ദേഹം റിപ്പയർ എന്തുകൊണ്ട് ചെയ്യുന്നു? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എവിടെയാണ് റിപ്പയർ ചെയ്യുന്നത്? എന്താണ് റിപ്പയർ ചെയ്യുന്നത്? എപ്പോഴാണ് റിപ്പയർ ചെയ്യുന്നത്? എങ്ങനെ റിപ്പയർ ചെയ്യുന്നു എന്നൊക്കെ എങ്ങനെ ചോദിക്കണമെന്നാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത് എഴുതി വയ്ക്കുക. എഴുതി വെച്ചതിന് ശേഷം ആ ഓരോ ചോദ്യങ്ങളുടെ ഇംഗ്ലീഷ് വാചകങ്ങൾ വരുമ്പോൾ അത് കഴിയുമ്പോൾ നമ്മളത് വെട്ടിക്കളയുക. അങ്ങനെ ബ്രെയിനിന് മനസ്സിലാകണം ഇതാണ് അതിൻ്റെ ഇംഗ്ലീഷ് എന്നുള്ളത്. ഓക്കെ, കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ മലയാളത്തിൻ്റെ ആവശ്യമില്ല. എന്തിനു വേണ്ടിയിട്ടാണ് മലയാളത്തിൽ എഴുതുന്നതെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ടില്ലേ? നമ്മുടെ ബ്രെയിനിനെ അറിയുവാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ചിലപ്പോൾ ഒരു 1, 2, 3 എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് വേണ്ടി വരും, പിന്നെ നമുക്കിത് വേണ്ടി വരില്ല. ഈ സുപരിചിതനായ വ്യക്തിയെക്കുറിച്ച് വാചകങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത സുപരിചിതനായ വ്യക്തി വെച്ചുണ്ടാക്കണം കേട്ടോ. അല്ലാതെ ഒരാൾ മാത്രം കൊണ്ടല്ല. എന്നാൽ മാത്രമേ പുതിയ പുതിയ വാക്കുകൾ ഇങ്ങനെ വരികയുള്ളൂ. ഓക്കെ, പുതിയ പുതിയ സാഹചര്യങ്ങളിൽ നമ്മൾക്ക് എത്തിപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സുപരിചിതനായ വ്യക്തി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? അടുത്ത സുപരിചിതനായ വ്യക്തി എടുക്കുക. അതുമാത്രമല്ല, പിന്നീട് കിട്ടുന്ന ഫ്രീ ടൈമുകളിൽ, ഇപ്പോൾ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, അപ്പോഴൊക്കെ ഫ്രീ ആണ്. ഈ ബുക്ക് കൊണ്ടുപോകുക. എന്നിട്ട് അവിടെ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് 4 വാചകങ്ങൾ ഉണ്ടാക്കുക, ആദ്യം ഉണ്ടാക്കിയതുപോലെ. എന്നിട്ട് ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കി ഉത്തരങ്ങൾ തേടുക. ഓക്കെ, ഏതൊരു വ്യക്തിയിലും ആദ്യം ഉണ്ടാക്കിയ 4 വാചകങ്ങളുണ്ട്. ഓക്കെ, ആദ്യ സ്റ്റേജിൽ നമ്മൾ 4 വാചകങ്ങൾ ഉണ്ടാക്കിയില്ലേ? ആ വാചകങ്ങൾ ഏത് വ്യക്തിയിലും ഉണ്ട്, ഏത് മൃഗത്തിലും ഉണ്ട്. അപ്പോൾ ആ മൃഗത്തെ നോക്കി, ആ വ്യക്തിയെ നോക്കി, അല്ലെങ്കിൽ പക്ഷിയെ നോക്കി നമുക്കിങ്ങനെയുള്ള വാചകങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കണം. ഓക്കെ,
അപ്പോൾ ഈ 10 ശൈലി നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. പോകാം അടുത്തതിലേക്ക്. ഇനി നിങ്ങൾ വീണ്ടും പുതിയ ഷീറ്റ് എടുക്കുക, ഒരു വൈറ്റ് ഷീറ്റ് എടുക്കുക, അവിടെ വീണ്ടും ഇതേപോലെ വരയ്ക്കുക. എന്നിട്ട് വീണ്ടും 10 ലൈൻസ് വരയ്ക്കുക. ഓക്കെ. ഈ രണ്ടാമത്തെ വാചകം, ആദ്യ സ്റ്റേജിൽ ഉണ്ടാക്കിയ രണ്ടാമത്തെ വാചകം എടുത്തെഴുതുക. അതിനുശേഷം എന്താണത്? ആണ്. ഹീസ് മെക്കാനിക്. അദ്ദേഹം മെക്കാനിക് ആണ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുവാൻ പോകുന്നു. നോക്കാം. അദ്ദേഹം മെക്കാനിക് അല്ല. അദ്ദേഹം മെക്കാനിക് ആണോ? അദ്ദേഹം മെക്കാനിക് അല്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം? എന്തുകൊണ്ടല്ല അദ്ദേഹം മെക്കാനിക്? എവിടെയാണ് മെക്കാനിക്? അദ്ദേഹം എന്താണ്? എപ്പോഴാണ്? എങ്ങനെയാണ്? ഓക്കെ. ആ മെക്കാനിക് എങ്ങനെയാകുന്നു എന്നൊക്കെ ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കണമെന്നാണ് ഈ സ്ലൈഡിലൂടെ നമ്മൾ കാണുന്നത്. നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ. ഇനി വീണ്ടും പുതിയ ഷീറ്റ് എടുക്കുക. ഷീറ്റ് എടുത്തതിന് ശേഷം സുപരിചിതനായ വ്യക്തിയെ കുറിക്കുന്ന വീണ്ടും 10 ചോദ്യങ്ങൾ. Now we have constructed around 30 expressions about your familiar person. Okay. In third sheet, on your third sheet, what you have to write, I will show you. നമ്മളുണ്ടാക്കിയ 4 വാചകത്തിലെ he has mobile phone എന്ന വാചകം വയ്ക്കുക, എഴുതുക. എന്നിട്ട് അതിൻ്റെ അർത്ഥം വലതു ഭാഗത്ത് എഴുതുക. അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ ഉണ്ട്, അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ ഇല്ല, അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ ഉണ്ടോ, അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ ഇല്ലേ, അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അത് ഉള്ളത്, എന്തുകൊണ്ടില്ല അങ്ങനെ ഒരു മൊബൈൽ ഫോൺ, എവിടെയുണ്ട്, എന്തുണ്ട് അദ്ദേഹത്തിന്, അത് എപ്പോഴാണുള്ളത്, എങ്ങനെയുണ്ട്. ഇങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കണമെന്നാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് എഴുതി വയ്ക്കുക. വീണ്ടും നമ്മൾ പോകുന്നു. പത്ത് ലൈൻസ് ഇടുക. ഏകദേശം 40 എക്സ്പ്രഷൻസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 40ഓളം വാചകങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. ദർ ഇസ് അങ്കിൾ ഇൻ ഹൗസ്. ഫസ്റ്റ് സ്റ്റേജിലുണ്ടാക്കിയ 4 വാചകങ്ങളിലെ ഒരു വാചകമായ ദർ ഇസ് അങ്കിൾ ഇൻ ഹൗസ് മുകളിൽ എഴുതി. വീട്ടിൽ അങ്കിളുണ്ട്, വീട്ടിൽ അങ്കിളില്ല, വീട്ടിൽ അങ്കിളുണ്ടോ, വീട്ടിൽ അങ്കിളില്ലേ, എന്തുകൊണ്ട് വീട്ടിലുണ്ട്, എന്തുകൊണ്ട് വീട്ടിലില്ല, അല്ലെ എവിടെയുണ്ട്, വീട്ടിൽ എന്തുണ്ട്, വീട്ടിൽ അതെപ്പോഴുണ്ട്, വീട്ടിൽ അതെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം 40 വാചകങ്ങൾ ഉണ്ടാക്കുവാൻ തയ്യാറായി കഴിഞ്ഞു. ആ വാചകങ്ങൾ ഉണ്ടാക്കുന്ന മനോഹരമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾ പോകുകയാണ്. ഓരോ പേജിലും 4 പേജുകൾ. ഓരോ പേജിലും ആദ്യമുണ്ടാക്കിയ 4 വാചകങ്ങളിലെ ഓരോ വാചകങ്ങൾ അതിനെ നോക്കിക്കൊണ്ട് വീണ്ടും ഓരോ പേജിലും പുതിയ 9 വാചകങ്ങൾ എങ്ങനെ ഉണ്ടാകും എന്ന് നമ്മൾ കാണുവാനായിട്ട് പോകുകയാണ്. ഓക്കെ, ഐ വെൽക്കം എവരിവൺ അഗെയിൻ ആൻഡ് അഗെയിൻ ടു ദിസ് വണ്ടർഫുൾ വേർഡ് ഓഫ് ഇംഗ്ലീഷ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത്, യു ആർ ഗോയിങ് ടു വിറ്റ്നസ് സച്ച് എ വണ്ടർഫുൾ സിസ്റ്റം മൈ ഡിയർ ഫ്രണ്ട്. നിങ്ങൾ അത്ഭുതപ്പെടുവാൻ പോകുന്നു. ഇങ്ങനെയൊരു സിസ്റ്റത്തെയാണ് നിങ്ങൾ കാത്തിരുന്നത്, ഇങ്ങനെയൊരു സിസ്റ്റത്തിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തത് എന്നെനിക്കറിയാം. സോ ക്യാൻ വി? ഓക്കെ, ഗുഡ്. Be happy. Have a smile on your face. Such a wonderful system you are going to experience now. Okay. തുടങ്ങാം. വീണ്ടും ആദ്യമുണ്ടാക്കിയ പേജ് എടുക്കുക. ഫസ്റ്റ് പേജ്. പത്ത് ലൈൻസ് ഇട്ടിരുന്നു ആ പേജിൽ. അവിടെ നമ്മൾ എഴുതിയത് എന്താണ്? ചെയ്യുന്നു, ചെയ്യുന്നില്ല, ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ലേ, എന്തുകൊണ്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എവിടെ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, എപ്പോൾ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്നെഴുതിയ ആ പേജ് എടുക്കുക.
ആ പേജിൻ്റെ ടോപ്പിൽ നമ്മൾ എഴുതിയത് എന്താണ്? ഹി ഡസ് റിപ്പയർ എന്നാണ്. ഇനി എങ്ങനെ നമുക്ക് അടുത്ത വാചകങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും? ദാറ്റ്സ് വാട്ട് യു ആർ ഗോയിങ് ടു സീ. ഓക്കെ, ഈ വാചകത്തിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ ഇനി 9 വാചകങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമെന്ന് കാണുവാൻ പോകുന്നു. രസകരമായ ഒരു സിസ്റ്റത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഹി ഡസ് റിപ്പയർ. ദൈവമാദത്തെ മണ്ണുകൊണ്ടുണ്ടാക്കി മൂക്കിൽ ഊതിയപ്പോൾ ആദത്തിന് ജീവൻ വെച്ചു. എന്നിട്ട് ആദത്തിൻ്റെ വാരിയിലെടുത്ത ഹവ്വയെ സൃഷ്ടിച്ചു, ഒരു തുണയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ആദത്തിൽ നിന്ന് ഇഷ്ടം പോലെ തുണയെ നമ്മൾ ഉണ്ടാക്കുവാൻ പോകുന്നു. നമ്മളുടെ പല വികാരങ്ങൾക്കായി, പല രീതിയിലുള്ള ചിന്തകൾക്കായി ഇതാ ഈ ആദത്തിൽ നിന്ന്, ഈ മദർ സ്ട്രക്ചറിൽ നിന്ന്, ആദ്യമുണ്ടാക്കിയ 4 വാചകങ്ങളിലെ ഒരു വാചകത്തിൽ നിന്ന്, പ്രവൃത്തിയെ കുറിക്കുന്ന ഈ വാചകത്തിൽ നിന്ന് മനോഹരങ്ങളായ ചോദ്യങ്ങളും നെഗറ്റീവ് എക്സ്പ്രഷൻസും ഒക്കെ ഫോം ചെയ്യുന്നത് നിങ്ങൾ ആസ്വദിക്കുവാനായിട്ട് പോകുന്നു. അദ്ദേഹം റിപ്പയർ ചെയ്യുന്നില്ല എന്ന് കിട്ടുന്നതിന് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കുക. ഇപ്പോൾ അത് ചുവന്ന നിറത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയെ ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ശ്രദ്ധ, യു മസ്റ്റ് ബി വെരി അറ്റൻറ്റീവ്. യു മസ്റ്റ് ലുക്ക് അറ്റ് ദറ്റ് പർട്ടിക്കുലർ സെൻറ്റൻസ് വിച്ച് ഈസ് ഇൻ റെഡ് കളർ. ഓക്കെ, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്? സി, ഇപ്പോൾ കണ്ടത് നമ്മൾ ഹി ഡസ് റിപ്പയർ എന്നതിൻ്റെ മലയാളം നമ്മൾ കളഞ്ഞിരിക്കുന്നു, കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞതുകൊണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. അദ്ദേഹം റിപ്പയർ ചെയ്യുന്നില്ല എന്ന് പറയുവാൻ വേണ്ടി ആദ്യ വാചകത്തിൻ്റെ ഒരു കോപ്പി രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് അതെടുത്തെഴുതുക. ഇപ്പോൾ ആദ്യ വാചകത്തിൻ്റെ ഒരു കോപ്പി രണ്ടാമത്തെ ലൈനിൽ വന്നിരിക്കുന്നു. നിങ്ങൾ രണ്ടാമത്തെ ലൈനിൽ ഇതുപോലെ തന്നെ എടുത്തെഴുതുക, ഹി ഡസ് റിപ്പയർ എന്ന്. ഇനി അതിനെ എങ്ങനെ ചെയ്യുന്നില്ല, അദ്ദേഹം റിപ്പയർ ചെയ്യുന്നില്ല എന്നാക്കി മാറ്റും. ശ്രദ്ധിക്കുക. വീണ്ടും അത് പച്ച കളറായി മാറിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ആ വാക്കുകൾ ഓക്കെയായി എന്നാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. ഇതാ ഒരു നോട്ട് ഡസിന് വലതുഭാഗത്ത് വന്നിരിക്കുന്നു. ഹി ഡസ് നോട്ട് റിപ്പയർ. അദ്ദേഹം റിപ്പയർ ചെയ്യുന്നില്ല എന്നായി മാറിയിരിക്കുന്നു. ആദ്യമുണ്ടാക്കിയ 4 വാചകങ്ങൾ, അതിലെ പ്രവൃത്തിയെ കുറിക്കുന്ന കുടുംബത്തിലെ വാചകമായ ഹി ഡസ് റിപ്പയർ നമ്മൾ ആദ്യമായി എഴുതി. അതിൽ നിന്നും അദ്ദേഹം റിപ്പയർ ചെയ്യുന്നില്ല എന്നാക്കി മാറ്റിയിരിക്കുന്നു. വളരെ സിമ്പിളായി കണ്ടു കഴിഞ്ഞു. ഒരു നോട്ട് എന്നത് എക്സ്ട്രാ ആഡ് ചെയ്തപ്പോൾ അത് നെഗറ്റീവായി മാറിയിരിക്കുന്നു. വീണ്ടും സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കുക. അതിനെ ഷോർട്ട് ഫോമായി മാറി ഡസ് നോട്ടിനെ സ്പോക്കൺ ഫോമാക്കി മാറ്റിയിരിക്കുന്നു. ഡസ് നോട്ട് എന്ന് പറയുന്നത് റിട്ടൺ ഫോമാണ്. അതിനെ സ്പോക്കൺ ഫോമാക്കി മാറ്റിയിരിക്കുന്നു. എഴുതുമ്പോൾ, പ്രിയ കൂട്ടുകാരെ, എഴുതുമ്പോൾ ഡസ് നോട്ട് എന്ന് തന്നെ എഴുതുവാൻ ശ്രമിക്കുക. പറയുമ്പോൾ ഏത് രീതിയിലും പറയാം. ഹി ഡസ് നോട്ട് റിപ്പയർ എന്നോ ഹി ഡസൻറ്റ് റിപ്പയർ എന്നോ പറയാം. ഇനി കാണാൻ പോകുന്നത് അദ്ദേഹം റിപ്പയർ ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും, ആ വാചകം എങ്ങനെ ഉണ്ടാക്കുവാൻ സാധിക്കും. ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടത് അദ്ദേഹം റിപ്പയർ ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ എഴുതിയത് എന്നറിയുവാൻ ചെയ്യുന്നില്ല എന്നത് കളഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അദ്ദേഹം റിപ്പയർ ചെയ്യുന്നുണ്ടോ ശ്രദ്ധിക്കുക. ഇപ്പോൾ മാറാൻ തയ്യാറായിരിക്കുന്നത് റിപ്പയർ എന്ന പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കാണ്. ആ വാക്ക് ഇതാ താഴേക്ക് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് വന്നെത്തിയിരിക്കുന്നു. നിങ്ങളത് എടുത്തെഴുതുക. വീണ്ടും അത് ഓക്കെ ആയിരിക്കുന്നു. പച്ച കളർ അതിനെ സൂചിപ്പിക്കുന്നു. അടുത്തത് മാറുവാനായിട്ട് പോകുന്നത് ശ്രദ്ധിക്കുക. ഡസ്സാണ്. ഡസ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അതുകൊണ്ട് അത് ചുവപ്പ് നിറത്തിൽ കാണുന്നു. ആ ഡസ് എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കുക. ഇതാ വാചകത്തിൻ്റെ തുടക്കത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ദറ്റ് ഡസ് ബിഗിൻസ് വിത്ത് സ്മോൾ ലെറ്റർ. ഓക്കെ, അതുകൊണ്ട് അത് ക്യാപിറ്റൽ ലെറ്ററായി മാറിയിരിക്കുന്നു. വാചകത്തിൻ്റെ തുടക്കം അതായതുകൊണ്ട് അത് ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലാണ്. ഓക്കെ, ഡസിൻ്റെ സ്ഥാനം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക. ഹീ ആണ് റെഡിൽ കാണുന്നത്. ശ്രദ്ധയെ അങ്ങോട്ട് ക്ഷണിക്കുന്നു. ഇതാ ഹീ വീണ്ടും താഴേക്ക് ആദ്യം ഡസ്സിരുന്ന സ്ഥാനത്തേക്ക് ഹീ മാറിയിരിക്കുന്നു. ഹീ സ്മോൾ ലെറ്ററായി. ഇതാ
ഒരു ചോദ്യവാക്ക് വന്നു നിൽക്കുന്നു. നിങ്ങൾ ആശിച്ച ആ ചോദ്യം ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ഡസ് ഹി റിപ്പയർ? ഡസ് ഹി റിപ്പയർ? അദ്ദേഹം റിപ്പയർ ചെയ്യുന്നുണ്ടോ എന്ന വാചകമായി മാറിയിരിക്കുന്നു. മനസ്സിലായോ? ഇനി നമ്മൾ അദ്ദേഹം റിപ്പയർ ചെയ്യുന്നില്ലേ എന്ന് എങ്ങനെയാക്കി മാറ്റും? ശ്രദ്ധിക്കുക. വീണ്ടും നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് റിപ്പയറാണ്. ഏത് റിപ്പയറാണ്? രണ്ടാമത്തെ സെൻറ്റൻസിലെ റിപ്പയറാണ് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ആ റിപ്പയറിന് എന്ത് മാറ്റം വരുമെന്ന് നോക്കുക. അതാ വീണ്ടും അത് 4 എത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു കോപ്പി 4 പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നിങ്ങൾ എടുത്തെഴുതുക. വീണ്ടും ശ്രദ്ധിക്കുക, എവിടെയാണ് മാറുവാൻ പോകുന്നത്? ഇനി മാറ്റത്തിന് വിധേയമാകാൻ പോകുന്നത് ഡസൻറ്റ് ആണ്. രണ്ടാമത്തെ വാചകത്തിൽ ഡസൻറ്റ്, അതിന് സ്ഥാനമാറ്റമുണ്ടോ എന്ന് നോക്കുക. അതിന് സ്ഥാനമാറ്റമുണ്ട്. അത് വാചകത്തിൻ്റെ തുടക്കത്തിലേക്ക് വന്നിരിക്കുന്നു. വീണ്ടും അത് ക്യാപിറ്റൽ ലെറ്ററായി തുടങ്ങുന്നു. ഡസൻറ്റ് എന്ന വാക്കുപയോഗിച്ചാണ് ആ ചോദ്യം തുടങ്ങുന്നത് എന്ന് മനസ്സിലായി. വീണ്ടും ഇതാ 2 ഹി റെഡിയായി കഴിഞ്ഞു. ആ ഹി അതിൻ്റെ മധ്യഭാഗത്തേക്കുള്ള യാത്രയിലാണ്. ഇത് എത്തിക്കഴിഞ്ഞു. അവിടെ വീണ്ടും അത് സ്മോൾ ലെറ്ററായി ആ ചോദ്യവാക്ക് വന്നു നിൽക്കുന്നു. ഇതാ നിങ്ങൾ കാത്തിരുന്ന അദ്ദേഹം റിപ്പയർ ചെയ്യുന്നില്ലേ? അദ്ദേഹം പാടുന്നില്ലേ? ഡസൻ ഹി സിങ്? അദ്ദേഹം ഓടുന്നില്ലേ? ഡസൻ ഹി റൺ? അദ്ദേഹം വായിക്കുന്നില്ലേ? ഡസൻ ഹി റീഡ്? അങ്ങനെ ഉണ്ടാക്കുവാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. എത്രയോ വാചകങ്ങൾ നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കാം. ഈ റിപ്പയറിന് പകരം ഇപ്പം ഡാൻസ് എന്നാണെങ്കിൽ അദ്ദേഹം ഡാൻസ് ചെയ്യുന്നു, അദ്ദേഹം ഡാൻസ് ചെയ്യുന്നില്ല, അദ്ദേഹം ഡാൻസ് ചെയ്യുന്നുണ്ടോ, ഡാൻസ് ചെയ്യുന്നില്ലേ എന്നായി മാറി. പ്ലേ ആണെങ്കിൽ അദ്ദേഹം കളിക്കുന്നു, അദ്ദേഹം കളിക്കുന്നില്ല, അദ്ദേഹം കളിക്കുന്നുണ്ടോ, അദ്ദേഹം കളിക്കുന്നില്ലേ എന്ന്. അല്ലേ? രസകരമായിട്ട് നമുക്ക് എത്രയോ ആശയങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നത്? 5ാമത്തെ വാചകം ഉണ്ടാക്കുവാൻ പോകുന്നു. എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി കാണുവാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം റിപ്പയർ ചെയ്യുന്നു? എന്താണ് അതിൻ്റെ കാരണം? എന്നന്വേഷിക്കുന്ന ചോദ്യം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് എൻറ്റയർ സെൻറ്റൻസ് ആണ്, എൻറ്റയർ ക്വസ്റ്റ്യൻ ആണ്. അത് 3ാമത്തേതാണ്. 3ാമത്തെ ആ ക്വസ്റ്റ്യൻ 5 വേണ്ടി എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അത് മാറാനായി തയ്യാറായിരിക്കുന്നു. ചുവന്ന നിറത്തിൽ നിങ്ങൾ കാണുന്നു. 5 വേണ്ടി 3 എങ്ങനെ ഉപകരിക്കുമെന്ന് നോക്കാം. അതാ 3 മുഴുവനായി എൻറ്റയർ ക്വസ്റ്റ്യൻ 5ലേക്ക് എത്തിയിരിക്കുന്നു. ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാം 5ൻ്റെ ഒരു ഭാഗമാണ് 3 എന്നുള്ളത്. കാരണം 3 മുഴുവനായി എൻറ്റയർ ചോദ്യം 5നായി വന്നിരിക്കുകയാണ്. 5 എന്ന ചോദ്യത്തിൽ ആ 3ൻ്റെ മുഴുവൻ ഭാഗവുമുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാം. ഇനി എന്താണ് നടക്കുന്നത്? ശ്രദ്ധിക്കുക. ഡസ് ഹി റിപ്പയർ എന്ന ആയി മാറിയിരിക്കുന്നു. പച്ച കളറിലേക്ക് മാറിയിരിക്കുന്നു. അത് ഓക്കെ ആയി മാറിയിരിക്കുന്നു. ഇനി എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് കിട്ടുവാൻ ബാക്കി എന്താണ് ചെയ്യുവാനുള്ളത്? ഇതാ പുതിയൊരു വാക്ക് വരണമെന്ന് കാണിക്കുന്നു. ആ വാക്ക് ഏതാണ്? ആ വാക്ക് കൂടെ ചേർന്നാൽ എനിക്ക് തോന്നുന്നു ആ വാക്ക് ഡസ് ഹി റിപ്പയർ എന്ന ചോദ്യത്തോട് കൂടെ ചേർന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, കാത്തിരിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ചോദ്യം കിട്ടും. ഇതാ വൈ എന്ന വാക്ക്. വൈ ഡസ് ഹി റിപ്പയർ? എന്തുകൊണ്ട് അദ്ദേഹം റിപ്പയർ ചെയ്യുന്നു എന്നായി മാറിയിരിക്കുന്നു. ഓക്കെ, എല്ലാവരും ഹാപ്പിയായി എന്ന് എനിക്കറിയാം. എല്ലാവരുടെയും പേപ്പറിൽ, എല്ലാവരുടെയും ഷീറ്റിൽ വ്യത്യസ്തങ്ങളായ ആക്ഷൻ വേർഡ് ഉപയോഗിച്ച വാക്കുകൾ കൊണ്ട് വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നു. രസകരമായി നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അവൻ പോകുന്നില്ല? എന്തുകൊണ്ട് അവൻ വരുന്നില്ല? എന്തുകൊണ്ട് എന്നെ വിളിക്കുന്നില്ല? എന്തുകൊണ്ട് അവൻ കളിക്കുന്നില്ല? എന്തുകൊണ്ട് എന്നെ അറിയിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കണമെങ്കിൽ എങ്ങനെ സാധിക്കും എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മനോഹരമായ 6ാമത്തെ ചോദ്യം ഇതാ. അതിനായി എന്ത് ചെയ്യണം എന്ന് നോക്കാം. 6ാമത്തെ ചോദ്യത്തിനായി 4 എന്ന ആ എൻറ്റയർ ക്വസ്റ്റ്യൻ റെഡിയായി കഴിഞ്ഞു. ആ 4 താഴേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ എടുത്തെഴുതുക. ആ 4 ആരിനു വേണ്ടി സജ്ജമായിരിക്കുന്നു? ഒരു ഭാഗമായി മാറാൻ, 6ൻ്റെ ഒരു ഭാഗമായി മാറാൻ ഇതാ 4 എൻറ്റയർ ചോദ്യം വന്നിരിക്കുന്നു. 6നു വേണ്ടി, ആരെന്ന ചോദ്യം ഉണ്ടാക്കുവാൻ വേണ്ടി ആ 4 ഇതാ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. നിങ്ങൾ എടുത്തെഴുതുക.
വീണ്ടും ഓക്കെയായി മാറി. ഇതാ ഒരു വാക്ക് കൂടി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാത്തിരുന്ന ആ രീതിയിലുള്ള വാചകമുണ്ടാകുന്നു. അതും വൈ തന്നെയാണ്. വൈ ഡസൻ ഹി റിപ്പയർ? എന്തുകൊണ്ട് അദ്ദേഹം റിപ്പയർ ചെയ്യുന്നില്ല എന്ന മനോഹരമായ വാചകം നിങ്ങളുടെ ഷീറ്റിലും അതുപോലെ തന്നെ സ്ക്രീനിലും ഉണ്ടായി കഴിഞ്ഞു. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ ഹോപ്പ് യു ആർ എൻജോയിങ്. വാട്ട് എ വണ്ടർഫുൾ സിസ്റ്റം ഇറ്റ് ഈസ്, ഇല്ലേ? ഇനി എവിടെയാണ് റിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെ റിപ്പയർ ചെയ്യുന്നു എന്ന ചോദ്യം എങ്ങനെ ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കാം. അതിനായി ഒരുങ്ങുക. അതിനായി എന്തു വേണം? ഇതാ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നത് എഴുതി കഴിഞ്ഞതുകൊണ്ട് നമ്മളതിൻ്റെ മലയാളം കളഞ്ഞിരിക്കുന്നു. അടുത്തത് എവിടെ റിപ്പയർ ചെയ്യുന്നു എന്നതിനായി വീണ്ടും ഒരുങ്ങിയിരിക്കുന്നത് ഡസ് ഹി റിപ്പയർ ആണ്. നിങ്ങളുടെ ശ്രദ്ധയെ അത് ക്ഷണിക്കുന്നു. അതാ വീണ്ടും ഡസ് റിപ്പയർ താഴേക്ക് വന്നിരിക്കുന്നു. 5ൻ്റെ ഭാഗം ആകാൻ മാത്രമല്ല 7ൻ്റെ ഒരു ഭാഗമാകുവാൻ കൂടി ഞാൻ തയ്യാറാണെന്ന് 3 തെളിയിച്ചിരിക്കുകയാണ്. അതിനായി 3 7ലേക്ക് ചേരുവാനായി വന്നിരിക്കുന്നു. 7ൻ്റെ ഭാഗമായി മാറുവാൻ വന്നിരിക്കുന്നു. ഇതാ വീണ്ടും അത് ഓക്കെയായി മാറി. എവിടെ എന്ന് കുറിക്കുന്ന സൂചിപ്പിക്കുന്ന ആ ഇംഗ്ലീഷിലെ വാക്ക് നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ വാക്ക് നിങ്ങൾ എടുത്തെഴുതിക്കോളൂ. ഇതാ വന്നു കഴിഞ്ഞു ഓ വാക്ക്. അത് 3നോടുകൂടെ ചേർന്ന് 7ആയി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. വെയർ ഡസ് ഹി റിപ്പയർ? എവിടെയാണ് അദ്ദേഹം റിപ്പയർ ചെയ്യുന്നത്? വെയർ ഡസ് ഹി ടീച്ച്? എവിടെയാണ് പഠിപ്പിക്കുന്നത്? വെയർ ഡസ് ഹി ഗോ? എവിടെയാണ് പോകുന്നത്? വെയർ ഡസ് ഹി റൺ ഹിസ് ബിസിനസ്? എവിടെയാണ് ബിസിനസ് നടത്തുന്നത്? അങ്ങനെ അനേകായിരം ചോദ്യങ്ങൾ വെയർ വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കുവാനുള്ള കരുത്ത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ ഒരു വാചകം അതിനായി നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. അടുത്തത് എന്താണ് റിപ്പയർ ചെയ്യുന്നത്? ലോറിയാണോ, കാറാണോ, ജീപ്പാണോ? എന്താണ് റിപ്പയർ ചെയ്യുന്നത്? എന്താണ് നീ പഠിപ്പിക്കുന്നത്? എന്താണ് നീ പാടുന്നത്? എന്താണ് നീ വാങ്ങിക്കുന്നത് എന്നൊക്കെ ചോദിക്കുവാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കുന്ന 8ാമത്തെ ചോദ്യം ഉണ്ടാക്കുവാൻ എല്ലാവരും റെഡിയായി കഴിഞ്ഞു. ഇതാ ആ 8ാമത്തെ ചോദ്യം. എങ്ങനെ? അതാ കാണുക. 8ാമത്തെ ചോദ്യത്തിൻ്റെ ഭാഗമാകുവാൻ വീണ്ടും 3 റെഡിയായി കഴിഞ്ഞു. പാവം 3 ഇല്ലേ? 5ന് സഹായമേകി, 7ന് സഹായമേകി. ഇതാ 8നും ഞാനുണ്ട് സഹായമേകാനെന്ന് കാണിച്ചുകൊണ്ട് 3 ചുവന്ന നിറത്തിലുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാം. വീണ്ടും ആ ഡസ് ഹി റിപ്പയർ താഴേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് പച്ചയായി മാറി ഞാൻ റെഡിയായി എന്ന് കാണിച്ചിരിക്കുന്നു. അതിലേക്ക് നിങ്ങൾക്കറിയാവുന്ന വാക്ക് എന്നതിന് എന്ത് ഇംഗ്ലീഷിൽ പറയും എന്ന് നിങ്ങൾക്കറിയാം. ആ വാക്ക് നിങ്ങൾ എഴുതി കഴിഞ്ഞു എന്ന് എനിക്കറിയാം. നിങ്ങൾ എനിക്ക് മുന്നേ ഓടിക്കഴിഞ്ഞു എന്ന് എനിക്കറിയാം. എന്നാലും അതിന് പൂർണ്ണത വേണ്ടതുകൊണ്ട് ഞാനും ഒന്ന് എഴുതട്ടെ, ഞാനും അത് കൊണ്ടുവരട്ടെ. ഇവിടെ നിങ്ങളാണ് ജയിച്ചത്. കാരണം നിങ്ങൾ എന്നേക്കായും മുമ്പ് നടന്നു കഴിഞ്ഞു. ഐ ആം സോ ഹാപ്പി. അതാണ് എനിക്ക് വേണ്ടതും, അല്ലേ? ഒരു ശിഷ്യൻ ഗുരുവിനേക്കായും വലുതാകുമ്പോഴാണ് ഗുരുവിന് സന്തോഷം വരേണ്ടത്. അതുകൊണ്ട് നിങ്ങളത് എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമായി. ശിഷ്യന്മാരെ അടിച്ചു താഴ്ത്തുന്ന ഗുരുക്കൾ ഇഷ്ടം പോലെയുണ്ട് ഈ കേരളത്തിൽ. അവർ വളരുന്നതിൽ അസൂയ കൊള്ളുന്ന ഗുരുക്കന്മാരുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. എല്ലാവരും ഉണ്ടെന്നല്ല പറയുക. ശിഷ്യന്മാരെ ഉയർത്തിക്കൊണ്ട് വരുവാൻ ചാൻസസ് കൊടുക്കാത്ത ഇഷ്ടം പോലെ ഗുരുക്കളുള്ള ഈ കേരളത്തിൽ നിങ്ങൾ എനിക്ക് മുന്നേ ഓടിയെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ്. പ്രിയ കൂട്ടുകാരെ, പ്രിയ ശിഷ്യരെ, ഓക്കെ, താങ്ക് യു. അടുത്തതായി ഇനി നിങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇല്ലേ? ഇനിയുള്ള 2 ചോദ്യങ്ങൾ എങ്ങനെയാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്തവരുണ്ട്, ചെയ്യാൻ പോകുന്നവരുണ്ട്, തീർച്ചയായിട്ടും എഴുതി കഴിഞ്ഞവരുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നമുക്കൊന്ന് കാണാം. വാട്ട് ഡസ് ഹി റിപ്പയർ എന്നത് എന്ത് റിപ്പയർ ചെയ്യുന്നു എന്നതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ അതിൻ്റെ മലയാളം കളഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ 9ലേക്കുള്ള യാത്രയാണ്. നോക്കുക, വീണ്ടും അതാ ആ 3 ഞാനുണ്ട് നിനക്കായി. 9 ഞാനുണ്ട് നിനക്കായി, നിന്റെ ഭാഗമാകുവാൻ, വലത് ഭാഗമാകുവാൻ ഞാനുണ്ട് 9 നിനക്കായി എന്ന 3 വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ആ ചുവന്ന നിറത്തിൽ. ഡസ് ഹി റിപ്പയർ? ഇതാ യാത്രയിലാണ്. 9ലേക്കുള്ള യാത്രയിൽ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ എഴുതി കഴിഞ്ഞു. ഇതാ വീണ്ടും അത് റെഡിയായി കഴിഞ്ഞു. അതിലേക്ക് നിങ്ങൾ എഴുതി കഴിഞ്ഞു. ആ വാക്ക് എനിക്കിനി പ്രസക്തിയില്ല, അല്ലേ? വേണ്ട, കുഴപ്പമില്ല. എന്നാലും ഞാൻ സന്തുഷ്ടനാണ്. ഈ വാക്കുകൾ ഇപ്പോൾ നിങ്ങളുടെ ഷീറ്റിൽ ഞാൻ എഴുതുന്നതിന് മുന്നേ, ഞാൻ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ട് എങ്കിൽ
എനിക്കിനി എന്ത് വേണം അല്ലേ? എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നോക്കാം. ഇതാ ആ വാക്ക്, നിങ്ങൾ എഴുതിയ വാക്ക്. വെറുതെ ഞാനൊന്ന് കാണിക്കട്ടെ. ഇതാ ആ നിങ്ങൾ എഴുതിയ വാക്ക്. ഇനി പോകണമോ? 10ാമത്തെ ചോദ്യം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും എഴുതി കഴിഞ്ഞു. ഇതേപോലെ തന്നെ ആണ് 10ാമത്തെ ചോദ്യം ഉണ്ടാക്കേണ്ടത്. എന്നാലൊന്ന് ഉണ്ടാക്കി നോക്കിക്കേ. ഉണ്ടാക്കി കഴിഞ്ഞോ? യു ഹാവ് കൺസ്ട്രക്റ്റഡ് ഇറ്റ് അല്ലേ, മെയ്ഡ് ഇറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മലയാളം കളയാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ല, ഇനി മലയാളം ആവശ്യമില്ല. മലയാളം നമ്മൾ കളഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ ചെയ്യുന്നു? വീണ്ടും ആ 3 തന്നെ 10നായി. ഇതാ 10, നിനക്കായി ഞാൻ താഴേക്ക് വരട്ടെ. അതാ താഴേക്ക് പോകുന്നു. നിങ്ങളുടെ ഷീറ്റിൽ നിങ്ങൾ എടുത്തെഴുതുന്നു. വീണ്ടും അത് പച്ചയായി മാറി. ആ ചോദ്യവാക്കിനെ കാത്തിരിക്കുകയാണ്. എങ്ങനെയെന്ന ആ ചോദ്യവാക്കിനെ, ആ ഇംഗ്ലീഷ് വാക്കിനെ കാത്തിരിക്കുന്ന 3. നീ തനിയല്ല, ഞാനുണ്ട് നിനക്കായി ഈ ചോദ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി എന്ന് കാണിച്ചുകൊണ്ട് ഇതാ അതിലേക്ക് ആ നിങ്ങൾക്കറിയാവുന്ന എങ്ങനെയെന്ന സൂചിപ്പിക്കുന്ന ഹൗ എന്ന വാക്ക് ചേർന്നിരിക്കുന്നു. 8 ചോദ്യങ്ങൾ, 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ലേ? ആദ്യത്തേത് സ്റ്റേറ്റ്മെൻറ്റാണ്, രണ്ടാമത്തേത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്, മൂന്നാമത്തേത് ചോദ്യമാണ്, നാലാമത്തേത് ചോദ്യമാണ്. 5 മുതൽ 10 വരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, ചോദ്യ വാക്കുകളുള്ള ചോദ്യങ്ങളാണ്. ഇനി ഇതിൻ്റെ ഉത്തരങ്ങളെല്ലാം നമ്മൾ കാണുവാനായിട്ട് പോവുകയാണ്. വെറും ഒരു സുപരിചിതനായ വ്യക്തിയിൽ നിന്ന് നമ്മൾ ഇത്രയും വാചകങ്ങൾ മെനഞ്ഞെടുത്തു. അവിടെയാണ് ഈ സിസ്റ്റത്തിൻ്റെ ശക്തി നിങ്ങൾ അറിയേണ്ടത്. നിങ്ങൾ നേരിട്ടുള്ള ക്ലാസ്സുകളിൽ വരികയാണെങ്കിൽ എത്ര രസമായിരിക്കും. കണ്ട് ചിരിച്ച് നിങ്ങളുടെ സന്തോഷം എനിക്ക് കണ്ടറിയുവാൻ സാധിക്കും. ഇപ്പോൾ ഉള്ള നിങ്ങളുടെ സന്തോഷം എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഈ രസകരമായ സിസ്റ്റം അനുഭവിച്ചറിഞ്ഞതിലൂടെയുള്ള ആ സന്തോഷം എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുവാനും എനിക്ക് പറ്റുന്നില്ല എന്ന സങ്കടത്തോടെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. തീർച്ചയായിട്ടും വരിക. ഇതിൻ്റെ നേരിട്ടുള്ള ക്ലാസ്സുകളുണ്ടെന്നറിഞ്ഞാൽ മടിക്കരുത്. ഇതിലും എത്രയോ രസമായിരിക്കും ആ ക്ലാസ്സുകൾ. പൊരുടിക്കാതെ കളിച്ച് ചിരിച്ച് രസിച്ച് അഭിനയിച്ച് ഈ ഭാഷയെ സ്വായത്തമാക്കുവാനായിട്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാൻ ഈ അവസരം ഞാൻ എടുക്കുന്നു. ഓക്കെ, ഇനി ഈ നമ്പർ 10 അവസാനിക്കുക. ഇനി അടുത്ത ഷീറ്റ് എടുക്കുക. 11, 12, 13, 14 അങ്ങനെ എഴുതുക. അങ്ങനെ ഏകദേശം 10-60ഓളം ചോദ്യങ്ങൾ ഉണ്ടാക്കുവാനുള്ള കരുത്ത് നിങ്ങൾക്ക് വേണം. ഇത് കേട്ട വഴി ഡിഡ് യു സ്റ്റോപ്പ് വാച്ചിങ്? നിർത്തിയോ? എന്നെ സംബന്ധിച്ചിടത്തോളം 60 ചോദ്യങ്ങളുണ്ടെന്ന് കേൾക്കുമ്പോൾ, ഇത്രയും സിമ്പിളാണെന്ന് കേൾക്കുമ്പോൾ ഊർജം കൂടുകയാണ്. അങ്ങനെയുള്ളവരാണോ നിങ്ങൾ? സർ, വേഗം തരൂ. കാരണം 60 ചോദ്യങ്ങൾ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തായിരിക്കും, അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫീൽ ചെയ്യാം. പിന്നെ പഠിക്കുന്ന കാര്യം സിമ്പിളാണെന്ന് മനസ്സിലായി. അങ്ങനെ വരുമ്പോൾ വേഗം തരൂ എന്നല്ലേ പറയേണ്ടതല്ല, അത് നിർത്തിപ്പോവുകയാണ്. ആരും നിർത്തിപ്പോയിട്ടില്ല എന്നെനിക്കറിയാം. അപ്പോൾ നമുക്കതിൻ്റെ മലയാളം കളഞ്ഞു. മനസ്സിലായതുകൊണ്ടാണ് മലയാളം വെട്ടിയത്. പുതിയൊരാളിത് വായിച്ചു കഴിഞ്ഞ് ഇതല്ലേ എന്ന് ചിന്തിക്കും. നമ്മൾ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഹൃദ്യസ്ഥമായി എന്ന് എനിക്കറിയാമെന്ന് ബ്രെയിനിനെ പഠിപ്പിച്ചതാണ്. അത് കളഞ്ഞതുകൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് 1നെയും 2നെയും ചോദ്യമാക്കാം. ഓക്കെ, അപ്പോൾ എത്ര ചോദ്യമായി? 10 ചോദ്യമായി. ഇപ്പോൾ 1, 2 എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അവസാനം കാണുന്നത് ഫുൾ സ്റ്റോപ്പാണ്. അതുകൊണ്ട് ഫസ്റ്റ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഹി ഡസ് റിപ്പയർ എന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെയും നമുക്ക് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റാം. അപ്പോൾ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ, എങ്ങനെ അതാക്കുവാൻ സാധിക്കുമെന്ന് കാണാം. ഇപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അദ്ദേഹം റിപ്പയർ ചെയ്യുന്നു എന്നതിന് ഹി ഡസ് റിപ്പയർ അല്ലെങ്കിൽ ഹി റിപ്പയേഴ്സ്. അത് നമ്മൾ ഡസിനെ പരിചയപ്പെടുമ്പോൾ കാണാവുന്നതാണ്. എന്തുകൊണ്ട് ഡസ് റിപ്പയേഴ്സ് ആകുന്നു എന്നുള്ളത്. ഓക്കെ, നോക്കാം എങ്ങനെയാണ് 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ചോദ്യമായി മാറുന്നത് എന്ന് നോക്കുക. ശ്രദ്ധിക്കുക, ആ ഫുൾ സ്റ്റോപ്പ് മാറി റിപ്പയറിൻ്റെ വലതുഭാഗത്ത് കാണുന്ന ഫുൾ സ്റ്റോപ്പ് കോമയായി മാറിയിരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ പേജിൽ ആ കോമ ഇടുക. അതിനുശേഷം ഇത് ഡസ് റെഡിയായി കഴിഞ്ഞു. ആ ഡസ് എങ്ങോട്ട് പോകുന്നു എന്ന് ശ്രദ്ധിക്കുക.
ഡസിൻ്റെ ഒരു കോപ്പി വലത് ഭാഗത്തേക്ക് വന്നിരിക്കുന്നു. ഒരു കോപ്പിയാണ് വന്നിരിക്കുന്നത്. ആ ഡസിൻ്റായി മാറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഹി ഡസ് റിപ്പയർ ഡസിൻറ്റ് ഡസിൻറ്റ്. ഇനി എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക. ഇവിടെ ഹീയാണ്. ഹീയുടെ ഒരു കോപ്പി ഡസിൻറ്റ് എന്ന വാക്കിൻ്റെ വലത് ഭാഗത്തായി വന്നിരിക്കുന്നു. അത് സ്മോൾ ലെറ്ററായി ക്വസ്റ്റ്യൻ മാർക്കായി. ഓക്കെ, ഇപ്പോൾ ഹി ഡസ് റിപ്പയർ ഡസൻ ഹി എന്ന ചോദ്യമായി മാറിയിരിക്കുന്നു. ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്, എന്തിനാണ് ഇത് പറയുന്നത് എന്നൊക്കെ ഉത്തരം തേടുമ്പോൾ പറയാം. എവിടെയാണ് ഹി ഡസ് റിപ്പയർ ഡസൻ ഹി എന്ന് പറയേണ്ടത്, ഏത് സാഹചര്യത്തിലാണ് അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുക എന്നുള്ളതുകൂടി അറിയുവാനുണ്ട്. ഡസ് റിപ്പയറിനെ നമുക്ക് മറയ്ക്കാവുന്നതാണ്, റിപ്പയേഴ്സ് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഹി റിപ്പയേഴ്സ് ഡസൻ ഹി ഒന്ന് പറഞ്ഞ്, ഹി റിപ്പയേഴ്സ് ഡസൻ ഹി, അദ്ദേഹം റിപ്പയർ ചെയ്യുന്നു ഇല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതെന്താണ് അത് എന്നുള്ളത് നമ്മൾ ഉത്തരം തേടുമ്പോൾ പറയുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഹി ഡസൻ റിപ്പയർ ചോദ്യമാകുന്നത് ശ്രദ്ധിക്കുക. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ആ ഫുൾ സ്റ്റോപ്പ് കോമയായി മാറി. ഡസൻ റിപ്പയറിൻ്റെ വലതുഭാഗത്തുള്ള ഫുൾ സ്റ്റോപ്പ് കോമയായി മാറി. ഇതാ ഡസൻ്റെ റെഡിയായി കഴിഞ്ഞു, യാത്രയ്ക്കായി റെഡിയായി കഴിഞ്ഞു, സജ്ജമായി കഴിഞ്ഞു. ഇതാ ഡസൻ്റെ യാത്ര എങ്ങോട്ടാണെന്ന് ശ്രദ്ധിക്കുക. ഡസൻ്റെ യാത്ര വലതുഭാഗത്തേക്കാണ്, കോമയുടെ വലതുഭാഗത്ത്. അത് വീണ്ടും പച്ചയായി മാറി, അതോടൊപ്പം തന്നെ ഡസ്സായി മാറി. അല്ലെ, രണ്ടിൽ ഡസിൻറ്റ് എന്ന നെഗറ്റീവ് വലതുഭാഗത്ത് പോസിറ്റീവായിട്ട് നൽകുന്നു, ഒന്നിൽ ഡസ് എന്ന പോസിറ്റീവ് വലതുഭാഗത്ത് ഡസിൻ്റായി നൽകുന്നു. ഇതാ വീണ്ടും സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക. ഹി മാറുന്നു, ഹി ഡസിൻ്റെ വലതുഭാഗത്താക്കി പോയി. അതാ ഹി സ്മോൾ ലെറ്ററായി ഇതാ ചോദ്യമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ കണ്ടതെന്താണ്, 10 ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഓക്കെ, ഹി റിപ്പയേഴ്സ് ഡസൻ ഹി ഡസൻ റിപ്പയർ ഡസ് ഹി റിപ്പയർ ഡസൻ ഹി റിപ്പയർ വൈ ഡസ് ഹി റിപ്പയർ വൈ ഡസൻ ഹി റിപ്പയർ where does he repair, what does he repair, when does he repair, how does he repair എന്ന 10 ചോദ്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ചോദ്യങ്ങൾ ഉണ്ടാക്കുവാൻ മനസ്സിലായെങ്കിൽ ഞാൻ സന്തുഷ്ടനായി. ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്, ഓക്കെ, എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടത്. ഹി മാറി, അവിടെ യു വന്നിരിക്കുന്നു അല്ലേ, സബ്ജക്റ്റ് മാറിയിരിക്കുന്നു. ആദ്യം ഹി ആയിരുന്നു, ഇപ്പോൾ എന്തായി മാറി, യു ആയി മാറി. ഇപ്പോൾ ഇത് ശരിയാണോ? യു റിപ്പയേഴ്സ് ഡസൻ യു എന്ന് പറയുവാൻ സാധിക്കുമോ? യു ഡസൻ റിപ്പയർ ഡസ് യു എന്ന് പറയുവാൻ സാധിക്കുമോ? പറയുവാൻ സാധിക്കുമെങ്കിൽ പറഞ്ഞോളൂ. പക്ഷേ പറയുവാൻ സാധിക്കുന്നില്ല. എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? നിങ്ങൾക്കറിയാം എന്താണ് ഇവിടെ പറ്റിയതെന്ന്. ഡസും യുവും ചേരില്ല. ഡസിൻ്റെ അത് അർത്ഥമുള്ള വേറൊരു വാക്കുണ്ട്, ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ വാക്കാണ് യു സ്വീകരിക്കുക. അതുകൊണ്ട് ഇവിടെ ഒന്നെങ്കിൽ ഡസ് അവിടെ തന്നെ നിന്നുകൊണ്ട് ഹി വീണ്ടും വരിക, അല്ലെങ്കിൽ ഷീ വരിക, രാജു വരിക, അല്ലെങ്കിൽ സീത വരിക. അങ്ങനെയാണെങ്കിൽ ഡസ് അവിടെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ യുവിന് തന്നെ നിൽക്കണമെന്ന് യു വാശി പിടിച്ചാൽ ഡസ് മാറിക്കൊടുത്ത് അവിടെ ഡു വരും. ഡസിൻ്റെ ഇരുന്ന സ്ഥാനത്ത് ഡോണ്ടായി മാറും. ഓക്കെ, ഇപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. യു റിപ്പയേഴ്സ് ഡോണ്ട് യു, യു ഡോണ്ട് റിപ്പയർ. ഡു യു റിപ്പയർ, ഡോണ്ട് യു റിപ്പയർ, വൈ ഡു യു റിപ്പയർ, വൈ ഡോണ്ട് യു റിപ്പയർ, where do you repair, what do you repair, when do you repair, how do you repair. ഇനി എവിടെയാണ് തെറ്റ്? റിപ്പയേഴ്സിൻ്റെ ആവശ്യമില്ല, അവിടെ റിപ്പയർ തന്നെ മതി. ഹീക്കാണ് റിപ്പയേഴ്സ്, എന്നാൽ റിപ്പയർ മതി. ഇപ്പോൾ എല്ലാം ശരിയായി. ഓക്കെ, എത്രയോ പെട്ടെന്നാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത് അല്ലേ. വേണമെങ്കിൽ നമുക്ക് ഈ റിപ്പയറിന് നമുക്ക് വേണമെങ്കിൽ വേറൊരു പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കുപയോഗിച്ച് ഉണ്ടാക്കാം. നിങ്ങളിലെല്ലാവരിലും വ്യത്യസ്തമാണ് എന്നാണ് എനിക്കറിയാം. കാരണം നിങ്ങൾക്ക് സുപരിചിതനായ വ്യക്തിയുടെ ആക്ഷൻ വേർഡാണ് നിങ്ങൾ വെച്ചത്. എനിക്ക് സുപരിചിതനായ വ്യക്തിയുടെ ആക്ഷൻ വേർഡ് ഇതാണ് എങ്കിൽ നിങ്ങളുടെ ഷീറ്റിൽ ഇതാണോ എന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ വെച്ചത് ഏതാണെന്നും എനിക്കറിയില്ല. നേരിട്ടുള്ള ക്ലാസ്സുകളിലാണെങ്കിൽ എനിക്ക് കാണാമായിരുന്നു. എനിവേ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് സിംഗ് വെച്ചൊന്ന് പറഞ്ഞു നോക്കി. യു സിംഗ്, ഡോണ്ട് യു, യു ഡോണ്ട് സിംഗ്, ഡു യു സിംഗ്, ഡോണ്ട് യു സിംഗ്, വൈ ഡു യു സിംഗ്, വൈ ഡോണ്ട് യു sing, where do you sing, what do you sing, when do you sing, how do you sing. You teach, don't you, you don't teach, do you teach, don't you teach, why do you teach, why don't you teach, where do you teach, what do you teach, when do you teach,
ഹൗ ഡു യു ടീച്ച്, അല്ലേ? എത്രയോ ഇതേപോലുള്ള ചോദ്യങ്ങളുണ്ടാക്കാം, അല്ലെ? വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ. ആ പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കുകൾ മാറ്റിയാൽ നിങ്ങൾക്കുണ്ടാക്കാം. സബ്ജക്റ്റ് മാറ്റി ഉണ്ടാക്കാം. ഇനി ഈ ഓക്സിലറി മാറ്റി ഉണ്ടാക്കാം. ഡിഡ് വെച്ചുണ്ടാക്കാം, വിൽ വെച്ചുണ്ടാക്കാം, ഷുഡ് വെച്ചൊക്കെ ഉണ്ടാക്കാം. അതൊക്കെ നമ്മൾ യാത്രയിൽ കാണുന്നതാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ വറീഡാകണ്ട. അത് സമയത്ത് നിങ്ങൾക്ക് തന്നുകൊള്ളും. ഓക്കെ. ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. ഒരു സുപരിചിതനായ വ്യക്തി, ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് 4 വാചകങ്ങൾ നമ്മളുണ്ടാക്കി. ആ 4 വാചകങ്ങളിലെ പ്രവൃത്തിയെ കുറിക്കുന്ന വാചകമെടുത്ത് അതിനെ നമ്മൾ 10 ചോദ്യങ്ങളാക്കി മാറ്റി. എങ്ങനെയാണ് ഈ 10 ചോദ്യങ്ങൾ ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ മറ്റുള്ള 3 വാചകങ്ങളുടെയും ചോദ്യങ്ങൾ ഉണ്ടാക്കുവാനുണ്ട്. ആ ചോദ്യങ്ങൾ ഉണ്ടാക്കുവാനായി നമ്മൾ പേജുകൾ ഒരുക്കി വച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് 11 മുതൽ ഉള്ള ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള കഴിവ് നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ഭാഷയെ കോൺഫിഡൻസോടുകൂടി നേരിടുവാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായി സിസ്റ്റമാറ്റിക്കായി എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാമെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ. ആര് ചെയ്യുന്നു? ഒരു പ്രവൃത്തി ചെയ്യുന്നത് ആര് ആണെന്ന് അറിയില്ലെങ്കിൽ ആ വ്യക്തിയെ അറിയുവാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ് ഈ 11ാമത്തെ ചോദ്യം. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ശ്രദ്ധിക്കാം. ആര് ചെയ്യുന്നു? ആ ചോദ്യം ഉണ്ടാക്കുവാനായി ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന വാചകം നമ്മൾ ഉണ്ടാക്കിയ ആദ്യ 4 വാചകത്തിലെ 4ാമത്തെ വാചകമായ ഹി ഡസ് റിപ്പയർ ആണ്. ഒരു കാര്യം മനസ്സിൽ ഓർക്കുക, 11ാമത്തെ ചോദ്യം ഉണ്ടാക്കുന്നതിന് നമ്മൾ വെച്ചിരിക്കുന്ന വാചകം ഇതാണ്, ഹി ഡസ് റിപ്പയർ. ഇതിൽ നിന്നും എങ്ങനെ 11ാമത്തെ ചോദ്യം ഉണ്ടാക്കാം, അതാണ് നിങ്ങൾ കാണുവാനായിട്ട് പോകുന്നത്. ഓക്കെ. ഇപ്പോൾ ഹി മാറിക്കൊടുത്തിരിക്കുന്നു, ഹി ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്നു. ഹീയുടെ സ്ഥാനത്താണ് പുതിയ വാക്ക് വരേണ്ടതെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അവിടെ ഹു എന്ന വാക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ചോദ്യമായി. ഹി ഡസ് പ്ലേ ക്രിക്കറ്റ്. ഹു ഡസ് പ്ലേ ക്രിക്കറ്റ്. ഹി ഗോസ് ടു മാർക്കറ്റ്. ഹു ഗോസ് ടു മാർക്കറ്റ്. ഹി ടീച്ചസ് ഇംഗ്ലീഷ്. ഹു ടീച്ചസ് ഇംഗ്ലീഷ്. ഷീ ഡസ് കോൾ മീ എവറി ഡേ. ഹു ഡസ് കോൾ മീ എവറി ഡേ. ഡസ് കോളിനെ നമുക്ക് കോൾസാക്കി മാറ്റാം. ഡസ് ടീച്ചിനെ ടീച്ചേഴ്സാക്കി മാറ്റാം. ഡസ് റിപ്പയറിനെ റിപ്പയേഴ്സ് ആക്കി മാറ്റാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റുന്നത് എന്ന് ഇവിടെ നമ്മൾ കാണുന്നില്ല. നമ്മൾ ഡസിനെ കൂടുതലായി പരിചയപ്പെടുമ്പോൾ അത് പഠിക്കാവുന്നതാണ്. നോക്കാം. ഇപ്പോൾ ഡസ് റിപ്പയർ റിപ്പയേഴ്സ് ആയി മാറി. ആ ഡസ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് മനസ്സിൽ കരുതേണ്ടത്. ഇതാ ആ ചോദ്യം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഹൂ റിപ്പയേഴ്സ്? ആരാണ് റിപ്പയർ ചെയ്യുന്നത്? ആര് റിപ്പയർ ചെയ്യുന്നു എന്ന ചോദ്യമായി മാറിയിരിക്കുന്നു. ഇനി പോകേണ്ടത് 12ാമത്തെ ചോദ്യമാണ്. ആരെ ചെയ്യുന്നു? ആരെ റിപ്പയർ ചെയ്യുന്നു? അങ്ങനൊരു ചോദ്യം ഉണ്ടോ? ആരെ റിപ്പയർ ചെയ്യുന്നു എന്നൊരു ചോദ്യം സാധാരണ രീതിയിൽ നമ്മൾ ചോദിക്കാറില്ല. കാരണം റിപ്പയർ എന്ന വാക്ക് സാധാരണ മനുഷ്യരുമായിട്ട് കണക്റ്റഡ് അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊരു ബുദ്ധിമുട്ട് വരിക. റിപ്പയർ എന്ന ക്രിയ മനുഷ്യന് ചെയ്യുവാൻ സാധിക്കും, അതുകൊണ്ടാണ് ഹീ വന്നിരിക്കുക. പക്ഷേ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത്, ഈ റിപ്പയർ എന്നതിൻ്റെ ഫലം അനുഭവിക്കുന്നത് മനുഷ്യനായാൽ മാത്രമേ നമ്മൾക്ക് ആരെ എന്ന ചോദ്യം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് അങ്ങനെയൊരു ഫലം അനുഭവിക്കുവാൻ മനുഷ്യനില്ലാത്തത് കൊണ്ട് ഈ വാചകത്തിലെ ഈ പ്രവൃത്തിയെ കുറിക്കുന്ന വാക്ക് മാറ്റാം. എന്തിനു വേണ്ടിയിട്ട്? ഈ ചോദ്യം കുറച്ചുകൂടി സമ്പുഷ്ടമാകുവാൻ വേണ്ടി. ഓക്കെ, നോക്കാം. ഇവിടെ കണ്ടത് എന്താണ്? റിപ്പയർ എന്ന ക്രിയയെ നമ്മൾ മാറ്റി അവിടെ ഒരു പുതിയ പ്രവൃത്തിയെ കുറിക്കുന്ന വാക്ക് വെച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് ഹെൽപ്പ്. ആര് സഹായിക്കുന്നു എന്ന ചോദ്യത്തിന് ഹീ ഉണ്ട്. അതറിയില്ലെങ്കിൽ ഇവിടെ ഹൂ വെച്ചാൽ മതിയാകും. എന്നാൽ ഈ സഹായം സ്വീകരിക്കുന്ന ഒരാളുണ്ട്. അതാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം നമ്മൾ ചോദിക്കുന്നത്. ആരെ ഹെൽപ്പ് ചെയ്യുന്നു? ഓക്കെ, ആരെ ഹെൽപ്പ് ചെയ്യുന്നു? അപ്പോൾ ഈ പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കിന് ചെയ്യുവാനും ആളുമുണ്ട്, അത് സ്വീകരിക്കുവാനും ആളുമുണ്ട്. ആ സ്വീകരിക്കുന്ന ആളെ അറിയില്ലെങ്കിൽ ആരെ എന്ന ചോദ്യം വെച്ച് നമ്മൾ ചോദിക്കുന്നു. സഹായിക്കുന്ന ആളെ അറിയില്ലെങ്കിൽ നമ്മൾ ഹൂ എന്ന ചോദ്യം വെച്ച് ചോദിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് നോക്കാം.
ഇനി എങ്ങനെയാണിത് ചോദ്യമാകുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ കാണുന്നത് ഡസും ഹീയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറി. ഇപ്പോൾ നിൽക്കുന്ന ഹീയുടെ ആദ്യ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററാണ്, അതുകൊണ്ടത് സ്മോൾ ലെറ്ററായി. 1 മുതൽ 10 വരെ ഉണ്ടാക്കിയ ചോദ്യങ്ങളിലെ 3 ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിന് മുന്നിലേക്ക് ഇതാ അഹും എന്ന വാക്ക് വന്നു ചേർന്നപ്പോൾ ആരെ ചെയ്യുന്നു എന്നായി മാറി. ഹും ഡസ് ഹീ ഹെൽപ്പ്? അദ്ദേഹം അവൻ ആരെ സഹായിക്കുന്നു എന്നാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. ഹും ഡു യു ലവ്? നീ ആരെ സ്നേഹിക്കുന്നു? ഹും ഡസ് ഷീ കോൾ? അവൾ ആരെ വിളിക്കുന്നു? ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, ഹും എന്ന ചോദ്യവാക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വയ്ക്കുന്ന പ്രവൃത്തിയെ കുറിക്കുന്ന വാക്ക് മനുഷ്യനുമായിട്ട് ബന്ധമുള്ളതായിരിക്കണം. മനുഷ്യന് സ്വീകരിക്കുവാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കായിരിക്കണം അത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആരെ തിന്നുന്നു എന്നായി മാറും. അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കുവാൻ പറ്റുമോ? വേണമെങ്കിൽ ചോദിക്കാം, പക്ഷേ സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ട് ഈറ്റും ഹുമ്മും തമ്മിൽ ചേരുകയില്ല. ഇവിടെ ടീച്ചാണെങ്കിലോ, ടീച്ച് പഠിപ്പിക്കുക പറ്റുമോ? പറ്റും. ഹും ഡസ് ഹീ ടീച്ച്? അദ്ദേഹം അവൻ ആരെ പഠിപ്പിക്കുന്നു? അവിടെ ചോദ്യവാക്ക് വന്നിരിക്കുന്നു, ആ ചോദ്യം പൂർണ്ണമായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ 12 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു സാമ്പിൾ ടീച്ചിങ് വീഡിയോ ആയതുകൊണ്ടാണ് ഇതൊന്നും നമ്മൾ കൊടുക്കാത്തത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ നേരിട്ടുള്ള ക്ലാസ്സുകളിൽ 13 മുതൽ 60 വരെയുള്ള ചോദ്യങ്ങളുടെ ചോദ്യവാക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുകയും ഈ രീതിയിലുള്ള വിവരണം അതിലൂടെ നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാവുന്നതാണ്. നേരിട്ടുള്ള ക്ലാസ്സുകളിലാണെങ്കിൽ ചിരിച്ച് രസിച്ച് അഭിനയിച്ച് ഇതേപോലെ ചോദ്യങ്ങൾ ചോദിപ്പിച്ച് നിങ്ങൾ പറഞ്ഞ് ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള ആത്മവിശ്വാസം നേടുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊരു പഠന രീതി ഈ ഭൂമുഖത്ത്, ഈ പ്രപഞ്ചത്തിൽ വേറെ ഇല്ല എന്ന് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾ സമ്മതിക്കും എന്നെനിക്കറിയാം. ഇനി നമുക്ക് 14-ാമത്തെ ചോദ്യവാക്ക് വേണം, 15-ാമത്തെ ചോദ്യവാക്ക് വേണം, 16-ാമത്തെ ചോദ്യവാക്ക്, 17, 18, 19, 20 അങ്ങനെ 10-60ഓളം ചോദ്യവാക്കുകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ആ ചോദ്യവാക്കുകൾ, ആ ബാക്കിയുള്ള ചോദ്യവാക്കുകൾ ഏതെന്നറിയുവാൻ നിങ്ങൾ ഞങ്ങളുടെ നേരിട്ടുള്ള ക്ലാസ്സുകളിലോ വീഡിയോ CD-കളിലൂടെയോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസിലൂടെയോ നിങ്ങൾക്ക് നൽകുന്നതാണ്. കിട്ടുവാനായിട്ട് നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ.